ഈ 2004 മുതൽ അതായത് ഇടത് സർക്കാരിൻ്റെ കാലഘട്ടത്തിന് അല്ലെങ്കിൽ അവരുടെ ദേവസ്വം ബോർഡിൽ അധികാരമേറ്റതിന് ശേഷം വിലസുന്ന ഒരാളല്ല അവിടെ പോറ്റി. അതിന്നിപ്പോൾ ദേവസ്വം മുൻ പ്രസിഡന്റ് പത്മകുമാർ പറയുകയും ചെയ്തു. താഴികക്കുടമൊക്കെ കൊണ്ടുപോയത് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലാണ്, തൻ്റെ പേര് വലിച്ചിഴക്കുകയാണെന്നൊക്കെയാണ് ആരോപണം. അപ്പോൾ ഈ പോറ്റിയുടെ ഒരു വിലസൽ ഏത് കാലഘട്ടത്തിൽ തുടങ്ങി എന്നതൊക്കെ അന്വേഷണ വിധേയമാകും സ്വാഭാവികമായും. അല്ല, ആവണം. അയാൾ മാത്രം പോരാ. അമ്പലം വിഴുങ്ങികൾ ഏത് കാലഘട്ടത്തിലുണ്ടെങ്കിലും അവരെല്ലാം നിയമത്തിന്റെ മുമ്പിലേക്ക് വരണം എന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. നോക്കൂ, ഇന്ന് PS പ്രസാദ് പറഞ്ഞ ചില കാര്യങ്ങളിൽ വലിയ വൈരുദ്ധ്യതയുണ്ട്. എന്താണ്? ഒന്ന്, അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ആവശ്യപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ടീമാണല്ലോ വന്നത്. ആരാവശ്യപ്പെട്ടു? സർക്കാരോ? നോക്കൂ, ഇത് സുവോമോട്ടോ കേസാണ്. അത് സ്വമേധയാ കേരളത്തിന്റെ ഹൈക്കോടതി എടുത്ത കേസാണ്. ആ കേസിൽ സർക്കാരിന്റെ വാദം എന്തായിരുന്നു? ആ വാദം നടക്കുമ്പോൾ കോടതിയിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. സർക്കാരിന്റെ വാദം എന്തായിരുന്നു? സർക്കാരിന്റെ വാദം ഇതാ നോക്കൂ, 2019 മുതലുള്ളത് അന്വേഷിച്ചാൽ പോരാ എന്നതായിരുന്നു ഒന്നാമത്തെ വാദം. രണ്ടാമത്തെ വാദം, ദേവസ്വം വിജിലൻസ് മാത്രം അന്വേഷിച്ചാൽ മതി, ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തിന്റെ ആവശ്യമില്ല, അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ലെവലിലല്ല അന്വേഷണം നിൽക്കുന്നത് എന്നായിരുന്നു സർക്കാരിന്റെ വാദം. അതായത് 98 മുതലുള്ള അന്വേഷണം ആവശ്യമുണ്ട് എന്ന് സർക്കാർ പറയുമ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞു നിലവിൽ ഈ പറയുന്ന ഗോൾഡ് ഇതാണല്ലോ, ക്ലാഡിംഗ് ആണല്ലോ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആയതുമായി ബന്ധപ്പെട്ട് 2019 മുതലാണല്ലോ അന്വേഷണം നടക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയം കളിക്കേണ്ട വേദിയല്ല ഇത് എന്ന് വളരെ കൃത്യമായി കേരളത്തിന്റെ ഹൈക്കോടതി സൂചിപ്പിച്ചു. രണ്ടാമത്, ഓർഡറിൽ തന്നെ കേരളത്തിന്റെ ഹൈക്കോടതി എഴുതി വെച്ചു, ഈ പറയപ്പെടുന്ന ദ്വാരപാലകരെ ആർക്കെങ്കിലും വിറ്റ് കാശാക്കിയിട്ടുണ്ടോ എന്ന് സംശയിക്കുകയാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതി എന്ന് പറഞ്ഞു. നോക്കൂ ശ്രീ രഞ്ജിത്ത്, അപ്പൊ 10 കിലോ സ്വർണം എന്നിരിക്കട്ടെ, നമുക്ക് അതിന്റെ വാല്യൂ അളക്കാൻ പറ്റും. 10 കിലോ സ്വർണത്തിന് ഇന്നത്തെ പവൻ വില വെച്ച് ഇത്ര രൂപയാണ്, 8 ഗ്രാം ഒരു പവൻ എന്ന് വെച്ചിട്ട് നമ്മൾ 10 കിലോയെ നമ്മൾ ഡിവൈഡ് ചെയ്യും, അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഈ ദൈവികമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങളുടെ വില നമുക്ക് കൽപ്പിക്കാൻ പറ്റില്ല. നോക്കൂ, ദ്വാരപാലകൻ, അതായത് ശബരിമല പോലെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഒന്നാമത്തെ ഒരു ദേവസ്ഥാനമാണ് ശബരിമല. ആ ശബരിമല പോലെയുള്ള ഒരു ദേവസ്ഥാനത്തെ ദ്വാരപാലകനെ ഹിന്ദു വിശ്വാസ പ്രകാരം ദൈത്യായി തന്നെയാണ് കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദ്വാരപാലകൻ, ആ ദ്വാരപാലകൻ ദൈവമാണ്. ദൈവമായ ദ്വാരപാലകനെ ശബരിമല സന്നിധാനത്തിൽ ദ്വാരപാലകനെ അണിയിച്ചിരുന്ന സ്വർണം എന്ന് പറഞ്ഞ് വിറ്റാൽ ഇന്നത്തെ പവൻ സ്വർണ്ണ വിലയുടെ 1000 മടങ്ങ് വരും അതിന്റെ വില. അപ്പൊ അങ്ങനെ അത് വിറ്റിട്ടുണ്ടോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് കേരളത്തിന്റെ ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ടോ? അതിന് മുമ്പേ ഇവിടുത്തെ പ്രതിപക്ഷവും ചോദിച്ചിട്ടുണ്ട്. അതിന് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. രണ്ട്, ഈ ദ്വാരപാലകനെ നിങ്ങൾ എല്ലാവരും, ഇപ്പൊ രഞ്ജിത്ത് അടക്കമുള്ളവർ പറയുന്നത് എന്താ, ഈ പോറ്റി സ്പോൺസറാണ്. പോറ്റിയുടെ 1 രൂപ ഇതിനകത്ത് മുടക്കിയിട്ടുണ്ടോ? പിന്നെ എങ്ങനെ പോറ്റി സ്പോൺസർ ആവുന്നത്? പോറ്റിയെ സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ എന്നേ പറയാൻ പറ്റൂ. അത് ദേവസ്വം ബോർഡ് പറയുന്നില്ല. അതായത് അങ്ങനെ ഒരു സ്പോൺസർഷിപ്പിന് കോർഡിനേറ്ററെ കൊടുക്കാനുള്ള നിയമം, സ്പോൺസർഷിപ്പിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്റ്റേണൽ ആളെ ഏൽപ്പിക്കാനുള്ള നിയമം ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് സ്പോൺസർ ഇല്ല. പോറ്റി 1 രൂപ മുടക്കിയിട്ടില്ല. പോറ്റി പറഞ്ഞു ഞാൻ കുറച്ചുപേരെ കൊണ്ടുവന്ന് തരാം, അങ്ങനെ ആ കുറച്ചുപേരെ കൊണ്ട് സ്വർണ്ണം പൂശിക്കാം. അപ്പൊ പോറ്റിയുടെ പൈസ 1 രൂപ മുടക്കാത്തപ്പോ പോറ്റി സ്പോൺസർ അല്ല, പോറ്റി സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ ആണ്. ഇനി അങ്ങനെ സ്പോൺസർഷിപ്പ് കോർഡിനേറ്റ് ചെയ്ത പോറ്റി എന്ത് ചെയ്യുന്നു? അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് N വാസുവിന് ഒരു ലെറ്റർ അയക്കുന്നു. അതെ ചേട്ടാ, എന്റെ കയ്യിൽ ഇത് ഈ പറയുന്ന ക്ലാഡിങ് സ്വർണം പൂശി കഴിഞ്ഞപ്പോ 400 സംതിങ് മിച്ചം ഗ്രാം സ്വർണം മിച്ചം വന്നിട്ടുണ്ട്, ഞാനത് ഒരു ധർമ്മ കല്യാണം നടത്തിക്കോട്ടെ, നല്ല അർത്ഥത്തിലാണ് കേട്ടോ, ധർമ്മ കല്യാണം നടത്തിക്കോട്ടെ എന്ന് ചോദിച്ചു പോറ്റി ഒരു ലെറ്റർ എഴുതുകയാണ്. പോറ്റി മിടുക്കനാണ്, പോറ്റിക്ക് അതിന്റെ നിയമവശം അറിയാം, അത് എഴുതിയേ മതിയാവൂ. കാര്യം പോറ്റിയുടെ പൈസ അല്ലത്, അതുകൊണ്ട് തന്നെ പോറ്റി ആ ലെറ്റർ എഴുതുന്നു. ഉടനെ എൻ വാസു എന്താണ് ചെയ്യേണ്ടത് നിയമപരമായി? ഇത് ശബരിമലയിലെ സ്വർണ്ണമാണ്, നീ അത് വെച്ചിട്ട് ധർമ്മ കല്യാണം നടത്തേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ കൊണ്ടുപോടാ എന്ന് പറയണ്ടേ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, സ്പോൺസർഷിപ്പ് കോർഡിനേറ്ററായ, ഞാൻ ആ പദവി ഉപയോഗിക്കൂ, ആ കോർഡിനേറ്ററായ പോറ്റി രഞ്ജിത്തിനെ കാണുന്നു എന്നിരിക്കട്ടെ. രഞ്ജിത്ത് പറയുന്നു ഞാൻ 1 പവൻ സ്വർണം ശബരിമല സന്നിധാനത്തെ ആവശ്യത്തിന് വേണ്ടിയാണല്ലോ, അയ്യപ്പന് വേണ്ടിയാണല്ലോ, ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞാൽ ആ നിമിഷം തൊട്ട് രഞ്ജിത്ത് കൊടുത്ത ആ 1 പവൻ സ്വർണം നിയമപരമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റേതാണ്, പോറ്റിയുടെ അല്ല. പോറ്റിയുടെ കയ്യിൽ ഇരുന്നോട്ടെ. ഞാൻ പറയാണ് ഒരു 10 പവൻ സ്വർണം കൊടുത്തേക്കാം, കൊടുക്കാനില്ല എങ്കിൽ പോലും കൊടുത്തേക്കാന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ. ആ 10 പവൻ സ്വർണം ഞാൻ പറഞ്ഞ് അത് പോറ്റിയെ ഏൽപ്പിക്കുമ്പോൾ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്വത്താണ്. അപ്പൊ ഈ 430 ഗ്രാം എങ്കിൽ, അല്ലെങ്കിൽ 1 ഗ്രാം, 1/2 ഗ്രാം മിച്ചം മില്ലിഗ്രാം ആണെങ്കിൽ പോലും പോറ്റി അത് ചോദിച്ചാൽ മതിയാവും. പക്ഷെ അത് പോറ്റി ചോദിച്ചപ്പോ
പോറ്റിക്ക് അവസരം ഉണ്ടാക്കാൻ വേണ്ടി വാസു എന്ത് ചെയ്തു? വാസു പറഞ്ഞു, വാസുവിനാണ് അതിൽ തീരുമാനമെടുക്കാൻ പറ്റുക. വാസു എന്ത് ചെയ്തു? അത് ഉദ്യോഗസ്ഥരുടെ തലയ്ക്ക് വെക്കാൻ വേണ്ടി അടിയിൽ നോട്ട് എഴുതി. ആ നോട്ട് എഴുതേണ്ട ആവശ്യമില്ല, അത് നിയമപരമായി തെറ്റാണ്. കാര്യം അദ്ദേഹത്തിന്റെ തന്നെ ജൂറിസ്ഡിക്ഷനിൽ ഇരിക്കുന്ന കാര്യമാണ്. അദ്ദേഹം പറയണ്ടേ, ഇവിടെ കൊണ്ടുപോവാ, നീ അവിടെ തന്നുവിട്ട സാധനം കൊണ്ടുപോയി നാട് മുഴുവൻ കാണിക്ക നടത്തുന്നോ, അതോ പ്രദക്ഷിണം വെക്കുന്നോ, ഇവിടെ കൊണ്ടുപോവാ എന്ന് പറയേണ്ടതിന് പകരം വാസു എന്ത് ചെയ്തു? വാസു അതിന്റെ അടിയിൽ കുറിപ്പെഴുതി. ആ കുറിപ്പിനെ ലാക്കാക്കി ഇത് മാക്സിമം ലാഗ് ചെയ്യിപ്പിച്ചു. ഉന്നതന്മാരുടെ, കോടീശ്വരന്മാരുടെ വീട്ടിൽ കൊണ്ടുപോയി പൂജയ്ക്ക് ഉപയോഗിച്ചു. അങ്ങനെ പൂജയ്ക്ക് ഉപയോഗിച്ചു പണം സമ്പാദിച്ചു. ഒന്ന്. രണ്ട്, അയാൾ വിറ്റു, ഏതോ ഒരു കോടീശ്വരനെ വിറ്റു എന്നാണ് ഞങ്ങളുടെ ആരോപണം. അത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ SIT, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അണ്ടർ ദ സർവൈലൻസ് ഓഫ് ദ ഹോണറബിൾ കേരള ഹൈക്കോർട്ട്, അത് സർക്കാരിന്റെ ആവശ്യമല്ല, സർക്കാരിന്റെ വാദവുമല്ല. അത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നേരിട്ട് നിങ്ങൾ ഈ പണിയൊന്നും ചെയ്യേണ്ട, ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന സംവിധാനമാണ്. അതുകൊണ്ട് അവരെന്തെങ്കിലും കണ്ടുപിടിച്ചാൽ അയ്യോ ഇത് ഞങ്ങളുടെ വലിയ കണ്ടുപിടുത്തമാണ് എന്ന് പറഞ്ഞ് നെകളിക്കാൻ നിൽക്കേണ്ട. രണ്ട്, ശ്രീ രഞ്ജിത്ത്, അങ്ങ് ഒരു സിനിമ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ഈ ഇൻ ഹരിഹർ നഗറിൽ ഈ ജഗദീഷ് അപ്പുക്കുട്ടന്റെ ക്യാരക്ടർ പോയി അമ്മാവനെ ഇടിക്കും. അപ്പൊ അമ്മാവൻ നിലത്ത് വീഴും. അപ്പൊ എന്ത് ചെയ്യും? അപ്പുക്കുട്ടൻ പറയോ, ഞാൻ മാത്രമല്ല അമ്മാവ, ഇത് അവിടെ മുകേഷും സിദ്ദിഖും ഒക്കെ നിപ്പുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പൊ പ്രശാന്തിന്റെ അവസ്ഥ. എന്റെ കാലത്ത് പ്രശ്നമൊന്നുമില്ല, ഞാൻ മാത്രമല്ല, അവിടെ പത്മകുമാറുണ്ട്, വാസു ഉണ്ട്. അപ്പൊ വാസു പറയും അയ്യോ എന്റെ കാലത്ത് എല്ലാം അടിപൊളിയാണ്, സൂപ്പർ ആയിരുന്നു, പത്മേട്ടൻ വന്ന പിന്നെയാണ് വിഷയം. പത്മേട്ടൻ ഇപ്പൊ നിലവിൽ CPM ആയിട്ട് ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാം. അപ്പൊ പത്മേട്ടൻ പറയാം അയ്യോ എന്റെ കാലത്ത് വിഷയമില്ല, ഇത് പ്രശാന്തിന്റെ കാലത്താണ്, പ്രശാന്ത് പണ്ടത്തെ കോൺഗ്രസ്സുകാരനാണ്, അതുകൊണ്ട് ഇനി അതുകൂടെ പറയാനുള്ളൂ, ആ വാദം കൂടെ പറയാനുള്ളൂ, പ്രശാന്ത് പഴയ കോൺഗ്രസ്സുകാരനാണ്, അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്ന് പറയും. അപ്പൊ പ്രശാന്ത് പറയും എന്റെ കാലത്ത് പ്രശ്നമില്ല, നിങ്ങളുടെ കാലത്ത്. ഇവരാരെയാണ് കളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇവരെ ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത്? നേരത്തെ അങ്ങയുടെ ഇൻട്രോയിൽ തന്നെ പ്രിയപ്പെട്ട രഞ്ജിത് രാമേന്ദ്രൻ പറഞ്ഞതുപോലെ, ഞാൻ ചോദിക്കട്ടെ, പോറ്റിക്ക് എല്ലാ കാലത്തെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ കൈക്കലാക്കാൻ, ലാക്കിലാക്കാൻ ഉള്ള എന്താ മാന്ത്രിക ദണ്ടുണ്ടായിരുന്നോ? മായാവിയുടെ വടി ഉണ്ടായിരുന്നോ കൈ? അത് പരിശോധിക്കണം. കാരണം എല്ലാ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ വന്നാലും അതിപ്പോൾ എത്ര ശക്തന്മാരാണേലും CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണെങ്കിലും അവരുടെയൊക്കെ കാലത്തും വിലസിയ ഒരാളാണ് ഈ വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്ന പോലെ 1 രൂപയുടെ പോലും സ്ഥിര വരുമാനമില്ലാത്ത പോറ്റി. ലക്ഷങ്ങളുടെ വഴിപാടുകൾ അവിടെ ഈ മണ്ഡലകാലത്ത് 2025 ഏതാണ്ട് നമ്മൾ ഈ റിപ്പോർട്ടിൽ അനുസരിച്ച് 10-25 ലക്ഷം രൂപയുടെ കാര്യങ്ങൾ, അന്നദാനമടക്കം 450 കിലോ അരി ഒക്കെയാണ്, ക്വിൻ്റൽ അരിയൊക്കെയാണ് പോറ്റി അങ്ങോട്ടേക്ക് സപ്ലൈ ചെയ്ത്. അതിൻ്റെ ഓരോ കൃത്യമായ വിവരക്കണക്കുകളും വിജിലൻസിൻ്റെ 25 പേജിലുള്ള റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണ്. ശ്രീ സക്കറിയ ജോർജ്, എത്ര ഗൗരവതരമാണ് കാര്യങ്ങൾ